Hi dears, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരു wall decor വീഡിയോ ആണ്. CD യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ wall decor ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 CD ആണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് കളർ ചെയ്തെടുക്കണം. കളർ ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ബേസ് കോട്ട് ആയിട്ട് gesso അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് CDയിൽ പെയിന്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബേസ് കോട്ട് ആയിട്ട് gesso അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 4 സീഡിയിലും gesso അപ്ലൈ ചെയ്തിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ലൈറ്റ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. മിനിമം നമ്മൾ 2 കോട്ട് പെയിൻറ്റെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനിവിടെ ബേസ് കോട്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഹോം മെയ്ഡ് gesso ആണ്. ഹോം മെയ്ഡ് gesso ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ 4 സീഡിയിലും കളർ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ ആക്രിലിക് പെയിൻറ്റിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിൽസാണ്. നമ്മൾ CDയിൽ അടിച്ചു കൊടുത്തിട്ടുള്ള അതേ കളേഴ്സ് നമ്മൾ ബോട്ടിൽ അടിച്ചെടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ ഈ CDയിൽ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ നോർമൽ ഒരു ചാർട്ട് പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ബോട്ടിൽസ് എല്ലാം CDയിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ അതൊന്ന് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ചിലപ്പോൾ അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളെല്ലാ ബോട്ടിൽസും ഇതുപോലെ നമ്മുടെ CDയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ സെയിം കളേഴ്സ് തമ്മിലല്ല ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. സെയിം കളേഴ്സ് ഒട്ടിക്കുന്നതിനേക്കാളും ഭംഗി തോന്നുന്ന ഇതുപോലെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ ബോട്ടിൽസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഞാനൊരു ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വോളിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വോളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.